ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മഴക്കാലമാണ്. അതുപോലെ തന്നെ ഈച്ച ശല്യം, അതുപോലെ തന്നെ പല അസുഖങ്ങളാണ്, പ്രാണിശല്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞീച്ച, പാറ്റ, ഇതിൻ്റെയൊക്കെ ശല്യം കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ തറ നല്ല വൃത്തിയായിട്ടിരിക്കാനും തറ തുടയ്ക്കുമ്പോൾ ഈ ഒരു സാധനം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച ശല്യം ഉണ്ടാവില്ല, കുഞ്ഞീച്ച ശല്യം ഉണ്ടാവില്ല, പാറ്റ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ നമുക്ക് ഒരു റൂം തുടയ്ക്കാനായിട്ട് നമ്മളൊരു അര സ്പൂണെങ്കിലും ഒഴിക്കുക. പിന്നെ ഇത് വെള്ളം ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വെള്ളമാണെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുക്കുക. പിന്നെ പുൽത്തൈലം മസ്റ്റാണ് ഈച്ചശല്യം അകറ്റാനായിട്ട്. അതുപോലെ തന്നെ തറ വൃത്തിയായിരിക്കാനും എന്നും നമുക്ക് തുടയ്ക്കാതിരിക്കാൻ, അതായത് എപ്പോഴേലും തുടയ്ക്കാതിരിക്കാൻ. ബേക്കിംഗ് സോഡ പറയുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും. അപ്പോൾ ഡെയിലി നമുക്ക് തുടയ്ക്കാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കത് ഇതുപോലെ കുറച്ച് പുൽത്തൈലം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് നമ്മൾ തറ തുടച്ച് കഴിഞ്ഞാൽ ഗുണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. മഴക്കാലമാണ്, അസുഖങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ കോളറ, പനി, വയറിളക്കം ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം വരിക. കാരണം നമ്മൾ വൃത്തിഹീനമായ രീതിയിലുള്ള അന്തരീക്ഷത്തിൽ നിന്നും പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. ഈച്ചശല്യം, അതൊക്കെ കൊണ്ട് തന്നെ അത് പടരുന്നത്. അപ്പോൾ ഈച്ചശല്യം ഇല്ലാതെ, അതുപോലെ തന്നെ മഴയത്ത് എല്ലാവരും പുറത്തൊക്കെ പോയി വരുമ്പോൾ കാലൊക്കെ എപ്പോഴും തറ വൃത്തിയിടാം അല്ലേ, വെള്ളത്തിൽ. അപ്പോൾ അതൊക്കെ മാറ്റാൻ, നല്ല വൃത്തിക്ക് കിടക്കാനൊക്കെ ആയിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടോ, തറ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് വിടുക കേട്ടോ. ഇത് 2 എണ്ണം ചേർക്കണം. പുൽത്തൈലം ശരിക്കും നല്ല പുൽത്തൈലത്തിന് നല്ല വിലയാണ്. ഈ കുഞ്ഞു ബോട്ടിൽ കിട്ടും. നല്ല അസൽ വിലയാണ്, നല്ല അസൽ മണമാണ്. നിങ്ങളൊന്ന് നോക്കി പുൽത്തൈലം ഒന്ന് തേച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചൊന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ചശല്യം ഉണ്ടാവില്ല കേട്ടോ, നല്ല ഉറപ്പാണ്. പിന്നെ തന്നെ കിച്ചൻ്റെ സിങ്കിൽ, അതുപോലെ തന്നെ കിച്ചൺ സ്ലാബിൽ, കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ ഈ ഒരു പുൽത്തൈലം വെച്ചിട്ടൊന്ന് തുടച്ച് നോക്കൂ. നല്ല വാസന ഉണ്ടാവും അടുക്കളയിൽ, അതുപോലെ തന്നെ ഈച്ചശല്യം ഉണ്ടാവില്ല. പിന്നെ ബാത്റൂമിലാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് പുൽത്തൈലം ഒഴിച്ചിട്ട് വെള്ളമൊന്ന് ഒഴിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ബാത്റൂം നല്ല മണമായിരിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ തറയെല്ലാം വെച്ച് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 3-4 ദിവസം തുടയ്ക്കേണ്ട ആവശ്യം വരില്ല. നല്ല വൃത്തിക്ക് അങ്ങ് കിടക്കും. പിന്നെ അതിനുശേഷം വീണ്ടും ചെയ്തെടുക്കും. മഴക്കാലം ആകുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ കാലിൽ അഴുക്കും വെള്ളവും ഒക്കെ തറ വൃത്തികേടാം. അപ്പോൾ അത് മാറാനായിട്ട് ബേക്കിംഗ് സോഡ ബെസ്റ്റാണ്. പിന്നെ പാറ്റശല്യം മാറാൻ ബേക്കിംഗ് സോഡ ബെസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്യുന്ന വെള്ളം നമ്മൾ മോപ്പിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്ലാബൊക്കെ ഒന്ന് തുടയ്ക്കുകയാണെങ്കിൽ, നല്ല തുണി വെച്ചിട്ട് സ്ലാബ് തുടയ്ക്കുകയാണെങ്കിൽ, കിച്ചൺ സ്ലാബ്, കൗണ്ടർ ടോപ്പ് തുടയ്ക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ല വാസന ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഞാനത് എല്ലാവരുടെയും ചെയ്തെടുക്കുന്നത്. കാരണം ശരിക്കും എന്തോ ഒരു എന്താ പറയുക, പൂപ്പൽ മണം ഉണ്ടാവും മഴക്കാലത്ത് ജനലുകളുടെയൊക്കെ സൈഡൊക്കെ. അപ്പോൾ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് ജനലുകളുടെ സൈഡൊക്കെ ഒന്ന് മോപ്പ് അല്ലെങ്കിൽ വേറൊരു തുണി വെച്ചിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് തന്നെ എന്തെങ്കിലും തുണി വെച്ചിട്ട് നമ്മൾ ജനൽ കൂലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. ജനൽ കൈ കൊണ്ട് തുടയ്ക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ജസ്റ്റ് അതിന് വേണ്ടി ഒരു മോപ്പ് മാറ്റി വെച്ചിട്ട് ഇതിൽ മുക്കിയിട്ട് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ ജനലൊക്കെ നല്ല പളവളാന്ന് എടുക്കും. എല്ലാത്തിനും വെവ്വേറെ വെള്ളം യൂസ് ചെയ്യട്ടോ, അല്ലാതെ ഒരു വെള്ളം തന്നെ എല്ലാത്തിനും യൂസ് ചെയ്യാൻ നിൽക്കരുത്. നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കാം കേട്ടോ.